നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ ഭീതി ഉയർത്തി വീണ്ടും കോവിഡ് തരംഗം ആഞ്ഞടിക്കുകയാണ്. പുതിയ വകഭേദമായ ഒമിക്രോൺ രോഗികളുടെ എണ്ണം ഉയരുന്നതും മരണം റിപ്പോർട്ട് ചെയ്യുന്നതുമെല്ലാം ബ്രിട്ടനിൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. തുടർച്ചയായ രണ്ടാം ദിവസവും രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തിയ ബ്രിട്ടനിൽ കോവിഡിന്റെ മറ്റൊരു തരംഗം ആവർത്തിക്കുകയാണെന്നാണ് ആശങ്ക. ഇന്നലെ മാത്രം 88,376 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരു ദിവസം ഇത്രയേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ലോക്ഡൌൺ കാലത്ത് പോലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം 78,610 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ സാഹചര്യം ഇതിലും മോശമാകുമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നത്. NHS ആശുപത്രികളെല്ലാം വീണ്ടും കോവിഡ് രോഗികളെ കൊണ്ട് നിറയുന്ന സ്ഥിതിയാണ് ഉള്ളത്. പുതിയ തരംഗത്തിൽ ഒമിക്രോൺ വേരിയന്റിന്റെ വ്യാപനവും വലിയ തോതിൽ ഉണ്ടാകുമെന്നാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ ക്രിസ് വിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. കേസുകൾ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ബൂസ്റ്റർ ഡോസ് നൽകാനുള്ള ശ്രമവും സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ 7,45,183 പേർക്കാണ് രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് നൽകിയത്. ഇതിനിടെ രാജ്യം വീണ്ടും ഒരു ലോക്ഡൌണിലേക്ക് പോകാനുള്ള സാധ്യത പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ തള്ളുകയും ചെയ്തു. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ റദ്ദാക്കേണ്ടതില്ല എന്നും ഇവയെല്ലാം കരുതലോടെയും ജാഗ്രതയോടെയും വേണമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാജ്യത്ത് ഇനിയും ഒരു ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിനോട് വിയോജിപ്പുള്ളവരാണ് ഭരണകക്ഷിയായ ടോറിയിലെ നല്ലൊരു ശതമാനം നേതാക്കളും. രോഗവ്യാപനം വീണ്ടും അതിരൂക്ഷമായതോടെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലും ടൂറിസം സെക്ടറിലുമെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വിമാന കമ്പനികളും ഹോസ്പിറ്റാലിറ്റി സെക്ടറും എല്ലാം നേരിടുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ചാൻസലർ ഋഷി സുനാക് ഇന്ന് ബിസിനസ് ലീഡർമാരുമായി വിശദമായ ചർച്ച നടത്തുന്നുണ്ട്. സർക്കാർ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചാ വിഷയമാകും. അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് ചാൻസലർ അടിയന്തരമായി ബിസിനസ് ലീഡേഴ്സിന്റെ യോഗത്തിനെത്തുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എലിസബത്ത് രാജ്ഞി അടുത്തയാഴ്ച ആദ്യം വിൻസർ കൊട്ടാരത്തിൽ നടത്താനിരുന്ന ക്രിസ്മസ് വിരുന്ന് റദ്ദാക്കിയിട്ടുണ്ട്. രാജകുടുംബാംഗങ്ങൾക്കായി പരമ്പരാഗതമായി നടത്തിവരുന്ന ക്രിസ്മസ് ലഞ്ച് പാർട്ടിയാണ് തുടർച്ചയായ രണ്ടാം വർഷവും കോവിഡ് മൂലം റദ്ദാക്കുന്നത്. ക്രിസ്മസ് ആഘോഷത്തിനായി നോർവേയിലെ സാന്തിഗ്രാമിലേക്ക് പുറപ്പെടും മുൻപാണ് കുടുംബാംഗങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുള്ള രാജ്ഞിയുടെ ക്രിസ്മസ് ലഞ്ച് നടത്താറുള്ളത്. മക്കളും ചെറുമക്കളും കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം പങ്കെടുക്കാറുള്ള വിരുന്നാണ് ഇത്. ഇതിനിടെ വെയിൽസിൽ നൈറ്റ് ക്ലബ്ബുകൾ അടച്ചിടാൻ പ്രാദേശിക ഭരണകൂടം തീരുമാനിച്ചു. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് നിയമങ്ങൾ 27 മുതൽ കർശനമാക്കാനും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും തീരുമാനമുണ്ട്. അതേസമയം ഒമിക്രോണിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഓരോ വസ്തുതകളെക്കുറിച്ചും മുന്നറിയിപ്പും ലോകാരോഗ്യ സംഘടന നൽകുന്നുണ്ട്. കൊറോണ വൈറസിന്റെ തന്നെ പല വേരിയന്റുകളും ഇതിനോടകം വന്നിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും ഉയർത്താൻ കഴിയാത്തത്ര ഭീഷണിയാണ് ഒമിക്രോൺ മൂലമുള്ളതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. പല വേരിയന്റുകളും പടരുന്നതിനേക്കാൾ വേഗത്തിലാണ് ഒമിക്രോൺ പടരുന്നതെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു. നിലവിൽ ഡെൽറ്റ വേരിയന്റ് ആണ് ഏറ്റവും വേഗത്തിൽ പടരുന്നത്. എന്നാൽ അതിതീവ്ര വ്യാപനശേഷിയാണ് ഒമിക്രോണിനുള്ളതെന്ന് ഇതോടെ ഉറപ്പിക്കുകയാണ്. 77 രാജ്യങ്ങളിലാണ് ഇതുവരെ ഒമിക്രോൺ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം പറഞ്ഞു. ഒമിക്രോൺ യഥാർത്ഥത്തിൽ ലോകത്തെല്ലായിടത്തും പടർന്നു കഴിഞ്ഞു. അതിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സ്ഥിതി മാത്രമാണ് പലയിടത്തുമുള്ളത്. എന്നാൽ പല രാജ്യങ്ങളിലും ഇവ എത്തിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുൻപുള്ള വേരിയന്റുകൾ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള വ്യാപനമാണ് ഒമിക്രോണിനെ തുടർന്നുണ്ടായിരിക്കുന്നത്. കൃത്യമായ മുൻകരുതലുകളോടെ ഈ വകഭേദത്തെ ലോകരാജ്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. വാക്സിൻ നൽകിയത് കൊണ്ട് മാത്രം ഒരു രാജ്യവും ഒമിക്രോൺ ഭീഷണിയിൽ നിന്ന് പുറത്തു കടക്കില്ല എന്നും ഗബ്രിയേസിസ് വ്യക്തമാക്കി. ഇതോടെ വാക്സിൻ കൊണ്ട് മാത്രം ഒമിക്രോണിനെ പ്രതിരോധിക്കാനാവില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.